മോളെ മോളെ ഈ മരിച്ച വീട്ടിലേക്ക് ഇല്ല മോളെ പോവാ. മോളെന്നോ? ഒന്നുമില്ല. ഏട്ടാ ചാവി അവിടെ വെക്കട്ടെ. ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. അപ്പം ഞങ്ങൾ മാറ്റി കൊടുത്തോളാം. കുറേ ദൂരം ഉണ്ട് പോകാൻ, കുറച്ച് ദൂരം ഉണ്ട് പോകാൻ. ചാവി അവിടെ ഉണ്ട്. ഓക്കെ. ഹലോ, ഞാൻ മെമ്പർ വീട്ടിൽ ഒന്ന് കയറി വരാം, ഒന്ന് തല കാണിച്ച് പെട്ടെന്ന് വരാം. അയാളെ കൊണ്ട് കുറേ ഉപകാരമുള്ളതാ. ആ ബേക്കറി മീനും അല്ലേ? എന്ത്? ആ ഇവിടെ നല്ല മഴയാണ്. ആ ശരി, ഓക്കെ. വണ്ടി ഇവിടെ വെക്കാം, ചാവി ഇവിടെ വെക്കണം. ഒരുപാട് വണ്ടികൾ വരാം. ലോറിയിൽ സാധനം കൊണ്ടുപോകണം, കസേര കൊണ്ടുപോകണം. അതുകൊണ്ട് ചാവി ഇവിടെ വീട് കുറച്ച് മേലോട്ട്. വണ്ടി വരെ വിടുത്. മോളെ വണ്ടിയിൽ കൂടെ സാധനമുണ്ട്, അമ്മേനോട് എടുക്കുന്നു പറയാം. ഞാൻ മരിച്ച വിട്ട് പോയി കുളിച്ചിട്ട് വരാം. എടാ പൗഡർ ഇവിടെ. ഇതായിരുന്നില്ല ഞാൻ അറിയുന്നത് നിങ്ങളെ കച്ചവടം. സത്യം പറഞ്ഞു, ഇത് ആർക്കും വേണ്ടി വാങ്ങിച്ചതാ. എന്ത് വാങ്ങിയത്? ഓ, ഒരു മൂളിപ്പാട്ടും പൗഡർ ഉണ്ടല്ലോ. മോളെ കെട്ടിക്കാനായില്ലേ കള, ഒന്ന് നിർത്തിക്കൂടെ? എന്ത് കുന്തം വാങ്ങിയ കാര്യം ഈ പറയുന്നതിനോട് ഇടിയൊന്ന് പതുക്കെ പറ, മോള് കേൾക്കൂ. കേക്കട്ടെ, കണ്ണടച്ച് പാല് കുടിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ? ദൈവം എന്റെ കൂടിയാ. അതുകൊണ്ടല്ലേ നിങ്ങളെ തോന്നിയാസം കയ്യോടെ പിടിക്കാൻ തോന്നിയ എനിക്ക്. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആ, നിങ്ങളെ കാമുകയായിരിക്കും. എടുക്കെടുക്ക് സ്പീക്കറിലിട്ട് ഞാനും കേക്കട്ടെ. ഹലോ ഹലോ സർ, അതെ സർ. ആരാന്ന്? ഓ, പോലീസ് സ്റ്റേഷനാണല്ലേ? ആ, കാമുകിന്റെ ഭർത്താവ് കേസ് കൊടുത്തതായിരിക്കും. കണക്കായി പോയി. നോക്ക്, എല്ലാം ബ്രോഡൊരു സാധനല്ലേ. നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങാൻ അറിയല്ലേ? ഞാൻ പറഞ്ഞാൽ 100 രൂപയ്ക്ക് 3 സാധനല്ലേ നിങ്ങൾ വാങ്ങി കൊടുത്തെത്തി. ഏത് കാമുകി? എനിക്കല്ല ഭ്രാന്ത്, നിങ്ങളെ ഭ്രാന്ത്, കോമ ഭ്രാന്ത്. ഇത് ശരി കിട്ടിയേ? സത്യം എന്റെ ഭാഗത്താ. അതുകൊണ്ടല്ലേ എനിക്ക് ഇത് സ്കൂട്ടറിൽ എടുക്കാൻ തോന്നിയത്. എന്താ അവിടെ എന്ത് ബഹള? നിങ്ങൾ എപ്പോഴും ഈ കീരും പമ്പിനെയും പോലെ. ഒന്നുമില്ല മോളെ, അത് പോലീസ് വിളിച്ചത്. അച്ഛേ ഹെൽമെറ്റ് വെക്കാണ്ട് വണ്ടി പോയിണ്ടാവൂലേ, അതായിരിക്കും പോലീസ് വിളിച്ചത്. ഞാൻ നാളെ രാവിലെ എന്റെ വീട്ടിൽ പോകും. നിങ്ങൾ കാമുകനോട് ജീവിക്കോ മരിക്കോ എന്തെങ്കിലും ചെയ്യും. അത് കുഴപ്പമില്ലെന്നേ. ഒരു കാര്യം, നമ്മള് NDPS കേസിന്റെ സ്ഥിതി എന്താ? ആ ശരി, ആ ഓക്കെ. പിന്നെ വെച്ചാല് ഈ കോൺഫറൻസ് നീണ്ടു പോകാണെങ്കിൽ നമ്മൾ മറ്റേ മീറ്റിംഗ് നടക്കുള്ളൂ കേട്ടോ. അതിന്റെ വിഷയം ഉണ്ടല്ലോ. ഓ, അത് വിഷയമല്ല. നിങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട് വിളിച്ചാൽ മതി. എന്താ സ്റ്റേഷനിൽ വിളിച്ചോ? ആ, നിങ്ങൾ ഈ ഓട്ടോറിക്ഷ കേസിലെ പ്രതിയാ? അല്ല സാർ, അതൊന്നല്ല. വണ്ടി കൊണ്ട് വരാൻ വിളിച്ചത് സാറ്. എന്നാ സാറ് കേട്ടോ. ആ സാറ് 4 മണി കോൺഫറൻസ്, അത് കഴിഞ്ഞിട്ട്. ഓക്കെ.
ശരി, ഓക്കെ. എന്താ പ്രശ്നം? സാർ ഇയാളെ വിളിപ്പിച്ചിരുന്നോ? ഇയാള് അത് നമ്മുടെ ഓട്ടോറിക്ഷ കേസുള്ള ഇന്നലെ വിളിപ്പിച്ചില്ലായിരുന്നു. സാർ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു സാർ ഇവിടത്തേക്ക് വരാൻ വേണ്ടി. നിന്റെ പേരെന്താ? സാർ രമേശ്. രമേശ്. എന്താ ജോലി? സാർ എനിക്ക് പ്ലംബിങ്ങിന്റെ പണി സാർ. നിനക്ക് വണ്ടി കച്ചവടം ഉണ്ടോ? ഇല്ല സാർ, വണ്ടി ആയിട്ട് ബന്ധമൊന്നുമില്ല എനിക്ക്. നിങ്ങൾക്ക് വണ്ടി പിടിച്ചെടുക്കുന്നവരവിടെ ഉണ്ടോ? ഇല്ല സാർ, അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് ബന്ധമില്ല. നിന്റെ വണ്ടി നമ്പർ എത്രയാ? സാർ 2233. സാർ ഇയാളെ നമ്മൾ മുമ്പ് അറസ്റ്റ് ചെയ്തല്ലേ? ഇത് നമ്മുടെ ബൈക്ക് രമേശനല്ലേ? നിന്റെ ഇവിടെ എവിടെയാ? സാർ കോരശ്ശേരി സാർ. നീ പറഞ്ഞില്ലടാ. സാറേ എനിക്ക് ബൈക്കായിട്ട് ഒരു ബന്ധമില്ല സാറേ, ഞാൻ പ്ലംബിങ്ങിന്റെ പണിയാണ് എനിക്ക്. നിന്റെ പറഞ്ഞാടാ. സാർ നിന്ന് പേർ കൊടുക്കുന്നോ? പോയി നോക്കണം നിന്റെ വണ്ടി നമ്പർ. പോയാ കുഴപ്പമില്ല. ഓക്കെ. എന്റെ വണ്ടി നമ്പർ ഇട്ടിടോ? സാറേ എന്റെ വണ്ടിന്റെ നമ്പർ ആരോ മാറ്റിയിട്ടുണ്ട്. നിനക്ക്